കൊച്ചിയിൽ നടുറോഡിൽ സ്വകാര്യ ബസ് ജീവനക്കാരുടെ ഗുണ്ടായിസം. യാത്രക്കാരുള്ള ബസ്സിനുള്ളിൽ ജീവനക്കാർ പരസ്പരം തമ്മിലടിച്ചു. കൊച്ചി നേവൽ ബേസിന് സമീപം ഇന്നലെ രാത്രിയാണ് സംഭവമുണ്ടായത്. ബസ്സിനുള്ളിലെ സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. നവമി ദിനേശ് ഉണ്ട് കൊച്ചിയിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. നവമി, മത്സരയോട്ടത്തിന് പുറമെയാണ് സ്വകാര്യ ബസ് ജീവനക്കാരുടെ തമ്മിൽ തല്ല്. എന്താണ് ഈ ഒരു പ്രശ്നത്തിനിടയാക്കിയത്? പർവതി, കൊച്ചി നഗരത്തിൽ ഇത്തരത്തിലുള്ള കാഴ്ചകൾ ഇപ്പോൾ പതിവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ സമയവുമായി ബന്ധപ്പെട്ട മത്സരയോട്ടം, അതിൽ നിരത്തിൽ പൊലിയുന്ന ജീവനുകളും ഇവരുടെ കയ്യിൽ നിന്ന് പൊലിയുന്ന ജീവനുകളും ഏറെയാണ്. ഇതിപ്പോൾ ഈ ബസ് ഡ്രൈവർമാർ കണ്ടക്ടർമാർ തമ്മിലുള്ളൊരു കൂട്ടയടിയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. നേവൽ ബേസിന് സമീപത്ത് വെച്ചായിരുന്നു. വില്ലിംഗ്ടൺ പോലീസ് 6 പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. ഇതിൽ ഈ 6 പേർക്കും പരസ്പരം ഉള്ള അടിയിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ക്രൂ ഡ്രൈവറും ജാക്കിയും ഉപയോഗിച്ച് പരസ്പരം അടിക്കുകയും തലയടക്കം അടിച്ച് പൊളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട്. എന്തായാലും ഒരു പരാതിക്കാരനായ ഒരു വ്യക്തി അനസ് ഇപ്പോൾ ആശുപത്രിയിലാണ്. എറണാകുളത്തെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലാണ്. പോലീസ് പറയുന്നത് ഇപ്രകാരമാണ്: ഇന്നലെ രാത്രി 8 മണിയോടുകൂടി 2 ബസ്സുകൾ തമ്മിൽ, ഒരു പോട്ടേക്കാട് എന്നുള്ളൊരു ബസ്സും മറ്റൊരു ബസ്, ഇവർ രണ്ടുപേരും ട്രിപ്പ് കഴിഞ്ഞ് വരുന്ന സമയത്ത്, ട്രിപ്പുമായി വരുന്ന യാത്രക്കാരുമായി വരുന്ന സമയത്ത് ഒരു ബസ് മറ്റൊരു ബസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നു. ഈ സമയത്ത് ആ ബസ്സിലെ ചെറുതായി ഒന്ന് തട്ടുകയും ചെയ്തു. എന്നിട്ട് നിർത്താതെ പോയതിനെ തുടർന്ന് മറ്റൊരു ബസ് പുറകെ വന്ന്, അതായത് ഓവർടേക്ക് ചെയ്തു വന്ന് റോഡിൽ തന്നെ തടഞ്ഞു നിർത്തുകയും തട്ടിയിട്ട് പോയതിന് എന്തുകൊണ്ട് നിർത്തിയില്ല എന്നുള്ളൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ ഡ്രൈവർമാർ പരസ്പരം ആദ്യം അടികൂടിയത്. പിന്നീട് ഇത് വേണ്ട നഷ്ടപരിഹാരം നൽകാമെന്ന് പറഞ്ഞുവെങ്കിലും പിന്നീട് കണ്ടക്ടർമാർ തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും അത് വലിയൊരു അടിയിലേക്ക് കലാശിക്കുകയും ചെയ്തു. എന്തായാലും നടു റോഡിൽ വെച്ചാണ് രാത്രി 8 മണിക്ക്, അതും യാത്രക്കാരുമായി പോയ ബസ്സിലെ ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഉൾപ്പെടെ പരസ്പരം അടികൂടുന്ന ഈ ദൃശ്യങ്ങൾ. എന്തായാലും വെല്ലിംഗ്ടൺ ഐലൻഡ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. 6 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഈ 6 പേരും ഇപ്പോൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. അതിൽ 2 പേരുടെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി 4 പേര് എവിടെയാണ്, ഏത് ആശുപത്രിയിലാണെന്ന് പോലീസിന് കൃത്യമായ വിവരം അറിയില്ല. എന്തായാലും ഈ 6 പേരെയും ആശുപത്രി വാസം വിട്ടതിനു ശേഷം അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. കൊച്ചിയിൽ നടുറോഡിൽ സ്വകാര്യ ബസ് ജീവനക്കാരുടെ ഗുണ്ടായിസം. യാത്രക്കാരുള്ള ബസ്സിൽ ജീവനക്കാർ തമ്മിലടിച്ചു. കൊച്ചി നേവൽ ബേസിന് സമീപം ഇന്നലെ രാത്രിയോടെയാണ് സംഭവം. വിവരങ്ങൾ നൽകിയത് നവമി ദിനേശ്.